അങ്ങനെ ആദർശ് ഒരു സമാധാനമില്ലാതെ വീണ്ടും മുറിയിലേക്ക് പോകുന്നുണ്ട്. ആ വിഹിതം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അബി ഒരു ഫോണൊക്കെ സെറ്റ് ചെയ്ത് നയനയുടെ ഫോണിലേക്ക് മെസ്സേജ് അയക്കുകയും അത് ആദർശ് കാണാനിടയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം അബിയുടെയും ജലജയുടെയും പ്ലാനിങ് ആണ്. ഇതൊന്നും അറിയാതെ ആദർശ് ഒന്ന് കുടുങ്ങിപ്പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശ് നയനെ തെറ്റിദ്ധരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള സ്റ്റോറീസൊക്കെ നമ്മൾ കഴിഞ്ഞ 2 വീഡിയോയിലായിട്ട് പാർട്ട് 1ഉം പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കുകയാണെങ്കിൽ ഇതെന്താണെന്നുള്ളത് മനസ്സിലാവും. അങ്ങനെ ആദർശ് ഇങ്ങനെ റൂമിൽ തന്നെ വീണ്ടും പോയിരിക്കുകയാണ്. അപ്പോഴേക്കും വീണ്ടും ആ ഫോണിൽ തന്നെ വീണ്ടും മെസ്സേജ് വരുന്നുണ്ട്. എന്താ നീ റിപ്ലൈ തരാത്തത്? ഈ സമയമായിട്ടും അവിടെ ചോറൂണൊന്നും കഴിഞ്ഞില്ലേ? ചോറൂണ് കഴിഞ്ഞിട്ട് നീ എന്നും എനിക്ക് ഒരു കിസ് എന്നല്ലേ അത് കിട്ടാഞ്ഞിട്ട് എനിക്കിവിടെ ഉണ്ണാൻ പോലും പറ്റുന്നില്ല, തരാമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും ആദർശ് അതിൽ നിന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട് എന്നെ ഉമ്മാന്നും പറഞ്ഞിട്ട്. അപ്പോഴേക്കും താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞിട്ട് തിരിച്ചും അങ്ങനെ കുറേ ഉമ്മ അയക്കുന്നുണ്ട്. എന്നിട്ട് എൻ്റെ നയനക്കുട്ടിക്ക് ഈയിടെയായിട്ട് മുഖത്തൊക്കെ ഭയങ്കര ഡൾനെസ്സാണ്. അവിടെ ആ ജോലികളൊക്കെ ചെയ്തിട്ടല്ലേ, ഇനി ജോലിയൊക്കെ കുറച്ച് ചെയ്താൽ മതി. അത്ര വലിയ കൊട്ടാരത്തിൽ അവർക്കൊരു സെർവൻറ്റിനെ അങ്ങ് നിർത്താൻ പാടില്ലേ, എൻ്റെ മോളെ ഇട്ട് കഷ്ടപ്പെടുത്താതെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് സംസാരിക്കുകയാണ്. നമുക്ക് ഇന്നൊന്ന് കാണാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോഴേക്കും ആദർശ് ഇന്നോ ഓക്കെ എന്ന് പറയാണ്. ഇന്ന് ഞാൻ എന്തെങ്കിലും വൈകിട്ട് തീരുമാനിച്ചിട്ട് മെസ്സേജ് അയക്കാം, അവൻ എപ്പോഴാണ് ഓഫീസിൽ നിന്ന് വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും നയന മെസ്സേജ് അയക്കുന്ന പോലെ ആദർശ് അയക്കുകയാണ്. അത് 6 മണിയൊക്കെ ആകുമ്പോഴേ വരുള്ളൂ എന്ന് പറയുന്നുണ്ട്. ആണോ? 6 മണിയാകുമ്പോഴേ വരുള്ളൂ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും നമുക്ക് ചാറ്റ് ചെയ്യാം. നീ ഇപ്പം ഊണൊക്കെ കഴിഞ്ഞിട്ട് പോകുന്നതിന് മുമ്പേ കുറച്ച് നേരം നമുക്ക് 4 മണിക്കാകുമ്പോൾ സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് വേണ്ട ആ സമയത്ത് വേണ്ട, നമുക്ക് എന്നാലും രാത്രി കാണാമെന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും അബി ജലജ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇതുപോലെ തിരിച്ച് മെസ്സേജ് അയക്കുന്നുണ്ടെന്ന് പറയുമ്പോഴേക്കും അത് ആദർശ് മുറിയിലേക്ക് കയറി പോയിട്ടുണ്ട്. ഡോറൊക്കെ വലിച്ചടക്കുന്നത് ഞാൻ കേട്ടു. ഹാളിൽ അവൻ വന്നിരുന്ന ആഹാരം പോലും കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും അബി പറയാണ് എന്തായാലും നമ്മുടെ ഐഡിയ ഏറ്റില്ലെന്ന് പറയുമ്പോഴേക്കും പിന്നല്ലാതെ 101% ഏറ്റിട്ടുണ്ട്. ഇനി ഇത് നയനെ അറിയാതിരുന്നാൽ മതി. നയനെ അറിയുന്നതിന് മുമ്പേ ആദർശ് അത് പൊക്കിയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവളെ ഇവിടുന്ന് പുറത്താക്കാമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആദർശ് തന്നെ അവയ്ക്ക് ഇങ്ങനെ റിപ്ലൈസ് ഒക്കെ അയച്ചുകൊണ്ടിരുന്നിട്ട് ഫോണ് പഴയതുപോലെ ഹൈഡ് ചെയ്തോടെ വെക്കുന്നുണ്ട്. അപ്പോഴേക്കും അവനും ഫോൺ ഓഫാക്കി വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അഭി മനസ്സിൽ കരുതാണ് തീർന്ന ആദർശ്, നീ തീർന്നു. നീ ആഹാരം പോലും കഴിക്കാതെ ഓഫീസിൽ നിന്ന് ഉച്ചയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ നിന്റെ മനസ്സിനെ അത്രത്തോളം ബാധിച്ചിട്ടുണ്ടെന്ന് അർത്ഥം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കാര്യം വിജയിച്ചു. ഇനി എൻ്റെ റൂട്ട് എളുപ്പമാണ്. ഇനി നിന്നെയും അവളെ തമ്മിൽ തെറ്റിച്ച് അവളെ അവിടെ നിന്ന് അടിച്ചിറക്കി ഞാൻ വിടും. കണ്ടോണം നീ. നിന്നെയും തകർത്ത് വാരി എറിഞ്ഞ് ഞാൻ ഇവിടെ MD സ്ഥാനത്തിൽ കയറി ഇരിക്കുകയും ചെയ്യുമെന്നൊക്കെ അഭി പറയുന്നുണ്ട്. അങ്ങനെ ആദർശ് ആ കട്ടിലെ തന്നെ ഒരു സമാധാനം കിടക്കുകയാണ്. ഇവിടെ നിന്ന് ചതിച്ചല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ വീണ്ടും ഫോൺ എടുത്ത് നോക്കുകയാണ് മെസ്സേജിൽ വരുന്നുണ്ടോ എന്ന്. അപ്പോഴേക്കും ആദർശ് അയച്ചിരുന്നു ഇവിടെ ആരും വരുന്നുണ്ട്, ഞാൻ പിന്നെ മെസ്സേജ് അയക്കാമെന്ന് പറഞ്ഞപ്പോഴേക്കും അവൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോയല്ലോ. അപ്പോൾ സ്ഥിരമായിട്ട് നടക്കുന്നതാണ്. ഞാൻ പോയതിന് ശേഷം സ്ഥിരമായിട്ട് എന്നെ ചാറ്റിങ്ങൊക്കെ ഉള്ളതാണ്. അതാ അവളെ ഫോൺ എങ്ങും കൊണ്ടുപോകാൻ ഇവിടെ തന്നെ വെച്ചിട്ട് പോകുന്നത്. പതിയെ റൂമിലേക്ക് വന്നിട്ട് ഫ്രഷപ്പ് ആവാനെന്ന് പറഞ്ഞ് വന്നിട്ട് ഇവിടുന്ന് ചാറ്റ് ചെയ്യാനായിരിക്കും. അവിടെ കൊണ്ടുവച്ച് മെസ്സേജ് അങ്ങനെ ആരെങ്കിലും കണ്ടാലോ എന്ന് പേടിച്ചിട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ആദർശ് അങ്ങനെയാണ് തെറ്റിദ്ധരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയന അടുക്കളയിൽ ഇങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ആഹാരം എല്ലാവരും കഴിക്കുന്നുണ്ട്. അപ്പം മോള് കഴിക്കാൻ പറയുമ്പോൾ വേണ്ട അച്ഛാ, ആദർശേട്ടൻ ഇതുവരെ കഴിച്ചിട്ടില്ല, എന്താ കാരണം എന്നറിയില്ല, ഞാൻ ആദർശേട്ടനെ ഒന്നുകൂടെ വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നയന മുകളിലോട്ട് കയറി പോകുന്നുണ്ട്. അങ്ങനെ റൂമിലേക്ക് ചെല്ലുമ്പോഴേക്കും ആദർശ് ഇങ്ങനെ ഒരു സ്വസ്ഥതയിലേക്ക് കിടക്കുമായിരിക്കും. അവിടെ അടുത്ത് തന്നെ ചോദിക്കുകയാണ് എന്താ ആദർശേട്ടാ, എന്താ പറ്റിയേ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട് അല്ല നിനക്ക് മറ്റൊരു വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് ചോദിക്കുമ്പോഴേക്കും ആദർശേട്ടൻ എന്തൊക്കെയാണ് പറഞ്ഞേ? ഒരിക്കലുമില്ല, എൻ്റെ ആദർശേട്ടൻ ഈ കെട്ടി താലിയുണ്ടല്ലോ ഇതെൻ്റെ മരണം വരെയും എൻ്റെ കഴുത്തിൽ കാണും. അതുകൊണ്ട് ആദർശേട്ടൻ എന്നെ സ്വീകരിച്ചില്ലെങ്കിലും എൻ്റെ മനസ്സിലൊന്നും ആദർശേട്ടൻ മാത്രമേ കാണുള്ളൂ. എൻ്റെ ഭർത്താവായിട്ട് ഈ ജന്മത്തിൽ ആദർശേട്ടൻ മാത്രമേ കാണുള്ളൂ എന്ന് പറയുമ്പം ആദർശ് മനസ്സിലാലേക്കാണ് അതെ, ഭർത്താവായിട്ട് ഞാനും കാമുകനായിട്ട് അവനും. അങ്ങനെ അവൻ്റെ കൂടെ നിനക്ക് സന്തോഷമായിട്ടിരിക്കാമല്ലോ, എൻ്റെ കയ്യിൽ നിനക്ക് സന്തോഷമൊന്നും കിട്ടുന്നില്ലെങ്കിൽ നിനക്ക് അവൻ്റെ നിന്ന് കിട്ടുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് മോശപ്പെട്ട രീതിയിലൊക്കെ മനസ്സിലിങ്ങനെ ആലോചിക്കുന്നുണ്ട്. നയന പറയാണ് ആദർശേട്ടൻ താഴേക്ക് ഇറങ്ങി വാ, മുത്തശ്ശൻ പോലും ആഹാരം കഴിക്കാതിരിക്കുക, ആദർശേട്ടൻ വന്നിട്ട് കഴിക്കുള്ളൂ എന്ന് പറയുമ്പോഴേക്കും ഒന്നിറങ്ങിപ്പോ എനിക്കൊരു സമാധാനം തരാമെന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട്. അത് ആദർശേട്ടാന്ന് പറയുമ്പോഴേക്കും മിണ്ടരുത്, മര്യാദയ്ക്ക് മുമ്പിൽ നിന്ന് ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞിട്ട് ആദർശ് ദേഷ്യപ്പെട്ട് പറഞ്ഞേക്കാണ്. ഇതുവരെ കാണാത്ത ആദർശിൻ്റെ മറ്റൊരു രൂപം കണ്ടപ്പോഴേക്കും നയന ആകെപ്പാടെ പേടിച്ചു പോകുന്നുണ്ട്. അങ്ങനെ നയന താഴേക്ക് ഇറങ്ങി വന്നിട്ട് കരഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. മുത്തശ്ശൻ ചോദിക്കുകയാണ് എന്താ മോളെ, എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും ആദർശേട്ടൻ ഒന്നും കഴിക്കുന്നില്ലെന്നാണ് പറഞ്ഞത്, അത് മാത്രമല്ല ദേഷ്യപ്പെട്ട് എന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വെച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ദേവേനെ പറയുന്നുണ്ട് നീ എന്തിനാ പോയി അവനോട് ദേഷ്യം പിടിപ്പിക്കാൻ പോയത്? അവൻ ഓഫീസിൽ എന്തെങ്കിലും കാരണം കൊണ്ട് ടെൻഷൻ അടിച്ചിരിക്കായിരിക്കും. അവൻ വൈകുന്നേരം ഇച്ചിരി കഴിയുമ്പോൾ ഞാൻ കൊണ്ട് അവൻ ആഹാരം കൊടുത്തോളാം, അവൻ കഴിച്ചോളും, നീ അവനെ പോയി ഡിസ്റ്റർബ് ഒന്നും ചെയ്യാൻ നിൽക്കണ്ടെന്ന് പറയുന്നുണ്ട്.
അതെന്താ ദേവേനെ നീ അങ്ങനെ പറഞ്ഞത്? നയനമോള് അവളുടെ ഭാര്യയല്ലേ, അപ്പോൾ അവൾക്ക് സങ്കടം കാണില്ലേ, അവളെ പോയി ആശ്വസിപ്പിക്കാൻ ശ്രമിക്കില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. മുത്തശ്ശൻ പറയാണ് മോള് വിഷമിക്കാൻ വന്നിരുന്ന കഴിക്ക് അവൻ വന്നോളും, അവൻ കഴിയുമ്പോൾ വന്നോളും, ഓഫീസിൽ എന്തെങ്കിലും ടെൻഷനായിരിക്കും, ഞാൻ ജയനെന്ന് വിളിച്ചു നോക്കാമെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ പറയുന്നുണ്ട്. അങ്ങനെ നയനെ പറയാണ് മുത്തശ്ശ എനിക്കിപ്പോൾ ആഹാരമൊന്നും വേണ്ട, ആദിശേട്ടൻ പറഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് ആഹാരമൊന്നും കഴിക്കാൻ തോന്നുന്നില്ല എന്ന് നയനെ പറയുന്നുണ്ട് കേട്ടോ. വേണ്ട മുത്തശ്ശ എനിക്കൊന്നും കഴിക്കാൻ തോന്നില്ല എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് നയന സ്റ്റോർ റൂമിലേക്ക് പോകുന്നുണ്ട്. ഇവർ തമ്മിൽ അങ്ങനെ പിണക്കൊള്ളാട്ടം തോന്നില്ല ചെറിയമ്മ പറയാൻ കേട്ടോ. ഇനി എന്തായിരിക്കും ആദർശിന് പറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശൻ പറയാണ് ഓഫീസിൽ വല്ല വർക്കിൻ്റെ ആയിരിക്കും, ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഇത് എല്ലാം ഫെയിലായി പോയി കാണും, അതായിരിക്കും അപ്പോയിൻമെൻറ്റ്സ് എല്ലാം ഇല്ലാതായി കാണും എന്നൊക്കെ പറയാണ്. ശരിയായിരിക്കുമെന്ന് അവളും പറയുന്നുണ്ട്, ചെറിയമ്മയും പറയുന്നുണ്ട്. അങ്ങനെ അവൾ സ്റ്റോർ റൂമിലെ കഥവ് പോയി അടച്ചിട്ടിരുന്ന് കരയാണ്. എന്തിനാ കൃഷ്ണ ഇങ്ങനെയൊക്കെ ഓരോ പരീക്ഷണം, എന്താണ് ആദിശേട്ടന് പറ്റിയത്, ആദിശേട്ടൻ്റെ മനസ്സിൽ എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും അതൊക്കെ നീ മാറ്റി കൊടുക്കണം, ആദിശേട്ടന് നല്ല മനസ്സുഖം കൊടുത്ത് അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നിട്ട് നയനെ പറയാണ് ആദർശൻ്റെ മനസ്സിൽ എന്തോ ഒന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ വെറുപ്പ് കാണിക്കുന്നേ, ഇനി അച്ഛൻ പറഞ്ഞതുപോലെ ഓഫീസിലുള്ള തിരക്കും കാരണമായിരിക്കുമോ, എന്താണെങ്കിലും അങ്ങോട്ടേക്ക് കയറി ചെല്ലണ്ടെന്നാണ് പറഞ്ഞത്, എനിക്ക് വിഷമം സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ദൈവത്തോട് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അവളവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കുറച്ചു നേരം കഴിയുമ്പോൾ നവ്യ വന്നിട്ട് വിളിക്കുന്നുണ്ട്. അങ്ങനെ അവളെ സ്റ്റോർ റൂം തുറന്ന് ഇറങ്ങി വരികയാണ്. എന്താ നയന എന്തിനാണ് നീ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അല്ല ആദർശേട്ടൻ എന്തെന്ന് ചോദിക്കുമ്പോഴേക്കും ആദർശേട്ടൻ കൊണ്ട് ഇറങ്ങി വന്നിട്ടില്ല, മുറിയിൽ തന്നെ കാണും, നീ പോയി നോക്ക്, നീ സംസാരിക്കാനും നിൽക്കണ്ട, ജസ്റ്റ് ഒന്ന് സമാധാനിപ്പിക്കാൻ ശ്രമിച്ച് നോക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ. ശരിയെന്നും പറഞ്ഞിട്ട് നയന ആദർശിൻ്റെ അടുത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. നയനെ കാണുമ്പോൾ തന്നെ ആദർശ് അവിടുന്ന് എഴുന്നേക്കാണ്. എന്നിട്ട് നയന അടുത്തേക്ക് വരുമ്പോഴേക്കും മാറി നിൽക്കാൻ അങ്ങോട്ടൊന്നും പറഞ്ഞിട്ട് ആദർശ റൂമിൽ നിന്നും ഇറങ്ങിപ്പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴേക്കും നയനയ്ക്ക് ഒരുപാട് സങ്കടമാകുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അപ്പോൾ തന്നെ ജലജ അഭിനെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ആദർശ് പിണങ്ങി ഇറങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോഴേക്കും അവർ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഐഡിയ ഏറ്റു എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ നയന അവിടെ കരഞ്ഞുകൊണ്ട് വീണ്ടും റൂമിൽ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ കിടന്ന് കരയുന്നുണ്ട് കേട്ടോ. എന്തായിരിക്കും ആദർശന് സംഭവിച്ചിട്ടുണ്ടാവുക, ആദർശന് എനിക്കൊരു മൈൻഡ് ഒന്നും ചെയ്യുന്നില്ലല്ലോ, എന്ത് പറഞ്ഞാലും ദേഷ്യപ്പെട്ട് ഇറങ്ങി പോകാനുള്ള എന്നൊക്കെ ഓർക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശ് താഴേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. ദേവന് പറയുന്നുണ്ട് എന്താ പറ്റിയ മോനെ, എല്ലാവരും പറയുന്നുണ്ട് ഇപ്പോൾ നിനക്ക് എന്തോ സംഭവിച്ചു എന്ന്. ഈ അമ്മയോട് പറയലെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല അമ്മേ, ഓഫീസിൽ ഓരോ വിഷയങ്ങളാണെന്ന് പറയുമ്പോഴേക്കും ഞാൻ ഓർത്തു അതും പറഞ്ഞ് നീ കഴിക്കാതിരുന്നാൽ നിൻ്റെ ആരോഗ്യം ക്ഷയിക്കത്തേ ഉള്ളൂ, അതുകൊണ്ട് നീ ഇങ്ങോട്ടേക്ക് വന്നേ, അമ്മ വിളമ്പിത്തരാമെന്ന് പറയുമ്പോഴേക്കും വേണ്ടമ്മയെന്ന് പറയാണ്. പറ്റില്ല ഞാൻ ഇപ്പം തന്നെ വിളമ്പിത്തരാമെന്ന് പറഞ്ഞിട്ട് ദേവയാനി ഫുഡൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട്. മനസ്സിലൂടെ അവൻ കുറച്ച് കഴിച്ചിട്ട് എനിക്ക് മതി അമ്മയെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. എൻ്റെ മോൻ്റെ മനസ്സിൽ എന്തോ ഒരു വിഷമം കടന്നു കൂടിയിട്ടുണ്ട്, അവളായിരിക്കും നായനായിരിക്കും കാരണക്കാരി എൻ്റെ മോനെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ഇങ്ങനെ ജലജ ദേവേനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്. ആദർശ് പറയാണ് ഞാനന്ന് പുറത്തോട്ട് പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ആദർശ് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണ്, ഒരു മനസ്സിന് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മുത്തശ്ശൻ വരുന്നുണ്ട്. മുത്തശ്ശൻ വന്നിട്ട് ഇങ്ങനെ അവനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം, മിസ്സാകാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.